ഹലോ ഗൈസ്, ഇന്ന് ഈ ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണേ. 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ഐഡിയ ചെയ്യാൻ. കിട്ടണ ആളാണെങ്കിൽ എന്തായാലും ഹാപ്പി ആവും ചെയ്യും. എന്നാൽ ഇനിയിപ്പോൾ നമുക്കിങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ടുള്ളൊരു പേപ്പർ കഷ്ണം കേട്ടോ എടുത്തേ. നമ്മൾ ആ ലെറ്ററിൻ്റെ ഉള്ളിൽ എന്ത് വെക്കും എന്നുള്ളത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ അളവെടുക്കാൻ. വേണേൽ നമുക്കതിൽ റിങ് വെച്ചിട്ട് കൊടുക്കാം, വേണേൽ നമുക്കതിൽ ഇയറിങ്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ക്യൂട്ട് ഗിഫ്റ്റ്സ് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് മാറ്റാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അളവൊക്കെ എടുത്ത് മടക്കിയ ശേഷം 2 എൻസിലുള്ള പേപ്പർ മേലോട്ടാക്കിയിട്ട് വെക്കണം. പിന്നെ 2 താഴോട്ട് കോളം വൈസ് പോലെ വെക്കണം. പിന്നെ ഒരെണ്ണം ബേസ് പോലെ വെക്കണം. ഈ കാണുന്ന പോലെ ഇങ്ങോട്ട് വെച്ച് നമ്മുടെ ബോഡി പാർട്ട് റെഡി ആയിട്ടോ. ഇനി നമ്മുടെ മെയിൻ പാർട്ടായ എൻവലപ്പ് ഇല്ലേ, അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മൾ എൻവലപ്പിന് വേണ്ട സൈസ് നോക്കിയെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ 2 വശം ഒട്ടിച്ചാലല്ലേ ഇത് പോക്കറ്റ് പോലെ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി എൻവലപ്പിൻ്റെ കവറിങ് അറിയാമല്ലോ, അതൊരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയ പോലത്തെ ആണല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും എൻവലപ്പ് പോലെ ഇല്ലേ. ഇനി നമുക്ക് എൻവലപ്പിൻ്റെ ഉള്ളിൽ എന്താ വെക്കണ്ടേ. ഞാനൊരു ഹാർട്ട് ഷേപ്പ് വെച്ച് നോക്കിട്ടോ, പക്ഷെ അത് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഫോം ഷീറ്റിൽ ഗ്ലൂ തേച്ചിട്ട് നമുക്കൊരു ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പിന്നിലും നമ്മൾ വേറൊരു ഫോം ഷീറ്റ് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 കളേഴ്സാണ് കേട്ടോ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുത്ത്. ഒരെണ്ണം ഡാർക്ക് പിങ്കും ഒരെണ്ണം ലൈറ്റ് പിങ്കും. പിന്നെ നമ്മൾ ആ എൻവലപ്പ് ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ചുമ്മാ കുറച്ച് ലൈൻസൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ പുറത്ത് വയ്ക്കാനുള്ള വലിയ ലവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ എൻസിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലവ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പേപ്പറിൻ്റെ കോർണേഴ്സ് കാണണ്ടാവും കേട്ടോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് എൻവലപ്പിൻ്റെ ഉള്ളിലോട്ട് ലവ് വെച്ചിട്ട് അത് മെയിൻ ബോഡിയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ടച്ചപ്പ് ചെയ്യാനുണ്ട്. ഒന്നുമില്ല, നെയ്യ് അയ്യോ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലവ് ഷേപ്പ് വേണമെങ്കിൽ ഈ ലെറ്ററിൻ്റെ നടുവിൽ വേണമെങ്കിലും എഴുതാട്ടോ. എൻവലപ്പിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ലവ് ഷേപ്പ് നടുവിൽ വരയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാനുണ്ടാക്കിയ ഗിഫ്റ്റിൽ ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ പുറത്തേക്ക് ഈ ലവ് എടുത്ത് വെച്ചാൽ അത് കറക്റ്റ് വായിക്കാമല്ലോ, അങ്ങനെ ഉദ്ദേശിച്ചേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.